ഹായ് എവരിവൺ. അങ്ങനെ നമ്മുടെ അനീഷ് എയർപോർട്ടിലെത്തുകയാണ് മക്കളെ. ലക്ഷ്യങ്ങളാണ്. എന്താണ് അനീഷിന് പറയാനുള്ളത്? ആ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. അതായത് നമ്മൾ തോൽവിയും ജയവും ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കൂ. പൊന്നാര പ്രേക്ഷകരെ, കുറേ പേരാണ് തെരുവിൽ ഇറങ്ങുന്നത്. PR ജയിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അതായത് സങ്കടമുണ്ടാവും. ഓക്കെ ഫൈൻ, ഞാനൊരു കാര്യം പറയുകയാണ്. അതായത് ജയിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ അതൊന്ന് ചെറിയ രീതിയിൽ ഓർമ്മിപ്പിച്ചു. നമുക്ക് ആദ്യം അനീഷ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു രംഗം ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ. പൊന്നാര പ്രേക്ഷകരെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് അനീഷും ഷാനവാസും കെട്ടിപ്പിടിക്കുന്ന ഉമ്മ വെക്കുന്ന രംഗം. അതിനുശേഷം നമ്മുടെ അനീഷ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കണം. ഓക്കെ. ഒന്ന് ഹഗ് ചെയ്തൊരു ഉമ്മ കൊടുക്കും ഷാനവാസ്. ഒരു 2 മിനിറ്റ്സിന് വേണ്ടി വന്നതാണ്. ഓയിൽ ചെയ്തതാണെന്ന് വിചാരിക്കരുത്. ഇതാണ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, മൈജി തന്ന എനിക്ക് കിട്ടി തന്ന ഒരു വലിയൊരു ഗിഫ്റ്റാണത്. ചേട്ടാ പൊന്നാര പ്രേക്ഷകരെ, നമ്മുടെ അനീഷ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. അതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ്. എന്താ അല്ലേ ഷാനവാസും അനീഷിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ്. സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ അങ്ങനെയുള്ള ഒരു ഫ്രണ്ടിനെ കിട്ടണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. എന്തൊരു ബോണ്ടിങ് ആണല്ലേ. ഇന്നലെ ഇവരെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ എന്താണല്ലേ ഫ്രണ്ട്ഷിപ്പ് വന്നാൽ എന്ത് എന്ന് ഇവർ ക്ലിയറായി കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു മക്കളെ. എന്താണ് ഏറ്റവും അവസാനം നമ്മുടെ അനീഷിന് പറയാനുള്ളത്? ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കാണണം. ഓക്കെ. നിറഞ്ഞ സന്തോഷവും അഭിമാനവും മാത്രം. പിന്നെ നിങ്ങളുടെ ഒരുപാട് സന്തോഷം. മൈജിയിലൂടെയാണ് എനിക്ക് അവസരം കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും മൈജിയോട് കടപ്പാട് മാത്രം. സുപ്രഭാതം. എന്താ പറയാനുള്ളത്? ഹാപ്പിയല്ലേ? അച്ഛനമ്മനെ കെട്ടിയോ? പൊന്നാര പ്രേക്ഷകരെ, സത്യം പറഞ്ഞാൽ രോമാഞ്ചമല്ലേ. അതായത് അനീഷ് സുപ്രഭാതം ബിഗ് ബോസ് എന്നൊക്കെ പറയും. നമുക്കിനാ സംഭവമുണ്ടോ? അതായത് ഒരു കാര്യം ഞാൻ പറയുകയാണ്. വിജയിച്ചത് അനുമോളാണെങ്കിലും അതായത് അനുമോളെ വിമർശിക്കുന്നതല്ല, ഒരു കാര്യം പറയുന്നു. സീസൺ 7 അറിയപ്പെടുന്നത് അനീഷിൻ്റെ പേരിലായിരിക്കും. കാരണം ഒരു കോമണർ പോയി അവിടെ റണ്ണറപ്പ് ആവുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമാണോ? എത്ര സെലിബ്രിറ്റികളാണ് അനീഷിന് മുമ്പിൽ പുറത്തായത്. അപ്പോൾ അതായത് നേരിയ വ്യത്യാസത്തിലാണ് വിജയിച്ചത്. ഓക്കെ, ഒരു ഏകദേശം സെയിം വോട്ടായിരുന്നു. കുറച്ച് കൂടുതലാണ് അനുമോൾക്ക് കിട്ടിയത്. അങ്ങനെ ഒരു കോമണർ പോയി അങ്ങനെയൊക്കെ ആവുക എന്ന് പറയുന്നത് ചരിത്രമാണ്. ഈ ഹിന്ദി ബിഗ് ബോസിലാകട്ടെ, തമിഴിലാകട്ടെ, ഈ തെലുങ്കിലാകട്ടെ ഒരു ബിഗ് ബോസിൽ നടക്കാത്ത കാര്യമാണ്. സാധാരണക്കാരായ മനുഷ്യനെന്ന് പറയുമ്പോൾ ഇപ്പം ഞാനുണ്ടല്ലോ, ഇപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാരാണ്. നമ്മളൊന്നും ആർക്കും അറിയില്ല. ഓക്കെ, ഞാൻ യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നു മാത്രം. ഈ പറയുന്ന അനീഷിനെ ആരോർക്കും അറിയാത്തവരും ആദ്യമായിട്ട് കാണുമ്പോൾ പ്രേക്ഷകർ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഈ പറയുന്ന അനുമോള് 10 വർഷമായിട്ട് എല്ലാവർക്കും അറിയും.
അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഫാൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. അനീഷിനെ ആരോർക്കും അറിയാത്ത ഒരു മത്സരാർത്ഥി പോയി അവിടെ 100 ദിവസം നിൽക്കുന്നു, റണ്ണറപ്പ് ആവുമെന്ന് പറയുന്നത് അതും വലിയൊരു കാര്യമല്ലേ? സത്യം പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. പുനർ പ്രേക്ഷകരെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ ബൈ.